നോക്കാം വിശദമായി. അയ്യപ്പ സംഗമത്തിലൂടെ CPM നേടിയ രാഷ്ട്രീയ മേൽക്കൈ മറികടക്കാൻ പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ UDF. ശബരിമല വിഷയത്തിൽ കോട്ടയത്ത് ഇന്ന് UDF വിശദീകരണ യോഗം നടത്തും. SNDPക്ക് പിന്നാലെ NSS കൂടി ഇടത്തേക്ക് ചാഞ്ഞതോടെ UDF പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തിന് ആശങ്കകളുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പും തൊട്ടു പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പും വരാനിരിക്കെ അകൽച്ച ഇല്ലാതാക്കാനാണ് UDFന്റെ തീരുമാനം. സമുദായ സംഘടനകളെ കുറ്റപ്പെടുത്താതെ LDFനെ ആക്രമിച്ചായിരിക്കും UDF കരുനീക്കം നടത്തുക. G. സുകുമാരൻ നായരെ ആക്ഷേപിക്കുന്ന ഫ്ലക്സുകൾക്ക് പിന്നിൽ BJP ആണെന്ന പ്രചാരണവും UDF ശക്തമാക്കും. G. ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു കോട്ടയത്ത് നിന്ന്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. എന്തായാലും നമുക്കറിയാം SNDPക്ക് പിന്നാലെ ഇപ്പോഴിതാ NSS അടക്കം കഴിഞ്ഞ 9 വർഷക്കാലമായി സർക്കാരിന്റെ നയങ്ങളെ വിമർശിച്ച NSS അടക്കം ഇപ്പോൾ പൂർണ്ണമായും ഇടത്തോട്ട് ചാഞ്ഞത് വലിയ ആശങ്ക, വലിയ തിരിച്ചടിയായാണ് UDF കാണുന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇന്ന് നടക്കുന്ന വിശദീകരണ യോഗം ഏറെ നിർണായകമാണ്. എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാകും, എങ്ങനെയായിരിക്കും NSSനോട് തിരിച്ചുവരാൻ അല്ലെങ്കിൽ NSSനുള്ള മറുപടി കോൺഗ്രസ് നൽകുക, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഭവ്യ, തീർച്ചയായും ഇത് രാഷ്ട്രീയമായി NSSുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള ഒരു മറുപടി എന്ന് തന്നെ നമ്മൾ വായിച്ചെടുക്കേണ്ടി വരും. കാരണം ഇതിൽ സമീപകാലത്തൊന്നും അങ്ങനെ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നടത്തുന്ന രീതി UDFനെ സംബന്ധിച്ച് അങ്ങനെയില്ല. പക്ഷേ ഈ വിഷയത്തിൽ തള്ളിപ്പറഞ്ഞത് NSS ആണ്. അതിന്റെ ആഘാതം UDFനെ സംബന്ധിച്ചുണ്ട്. അതിഗുരുതരമായ ആരോപണമാണ് കോൺഗ്രസിനെതിരെ ഉന്നയിച്ചത്. ഒന്ന്, കോൺഗ്രസിന് ഹിന്ദു വിഭാഗങ്ങളുടെ വോട്ട് വേണ്ട, ന്യൂനപക്ഷ വോട്ടുകളിൽ മാത്രമാണ് കോൺഗ്രസിന്റെ ശ്രദ്ധ എന്ന അതിഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു. ശബരിമലയ്ക്ക് വേണ്ടിയൊന്നും ചെയ്തിട്ടില്ല, പ്രക്ഷോഭങ്ങളിലടക്കമൊന്നും ചെയ്തിട്ടില്ല എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അതേ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു നേട്ടമുണ്ടാക്കി എന്നുള്ളതല്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. NSS ഏറ്റവും എല്ലാ കാലത്തും കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി UDFനോട് ചേർന്ന് നിൽക്കുന്ന നിലപാടാണുള്ളത്. അങ്ങനെ നിൽക്കുന്ന ഒരു സംവിധാനം വളരെ പെട്ടെന്ന് തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് ഇനിയും തദ്ദേശ തെരഞ്ഞെടുപ്പിന് 1 മാസം കഷ്ടിയാണ് ബാക്കിയുള്ളത്. ആ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത് UDFനെ സംബന്ധിച്ചുണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. ആ പ്രതിസന്ധിയെ മറികടക്കാനാണ് ഫലത്തിൽ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം നടക്കുന്നത്. മറ്റ് സർക്കാരുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും പറയുന്നുണ്ട് എങ്കിലും ആഗോള അയ്യപ്പ സംഗമം തന്നെ പ്രധാന അജണ്ടയാക്കി വെച്ചുകൊണ്ടാണ് ഇങ്ങനൊരു മറുപടി ചെയ്യുന്നത്. എന്താണ് ശബരിമലയിൽ വിഷയത്തിൽ UDFന്റെ നിലപാട്? UDFനൊരു നിലപാട് തന്നെ ഇല്ല എന്നുള്ളത് NSS ജനറൽ സെക്രട്ടറിയാണ് പറയുന്നത്. സാധാരണ സർക്കാരുമായി പല വിഷയത്തിലും ആരോപണ പ്രത്യാരോപണങ്ങൾ NSS UDFന് ഉണ്ടാകാറുണ്ട്. LDFും UDFും BJP ഒക്കെ തമ്മിൽ ഉണ്ടാകാറുണ്ട്. പക്ഷെ അതിനൊന്നും പെട്ടെന്ന് ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം പറയുകയല്ല. അതിനൊക്കെ വാർത്താ സമ്മേളനങ്ങളിലൂടെയൊക്കെ മറുപടി പറഞ്ഞു പോവുകയാണ്. ഇതിപ്പോൾ ഒരു കോർണർ മീറ്റിംഗ്, അതും കോട്ടയത്ത് തന്നെ നടക്കുന്നു. NSS ആസ്ഥാനം ഇരിക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. അങ്ങനെ NSSന് തന്നെ ഒരു രാഷ്ട്രീയ മറുപടി പറയുക എന്ന ലക്ഷ്യം തന്നെ UDF ഇവിടെ മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് യോഗം. പ്രതിപക്ഷ നേതാവ് VD സതീശനൊപ്പം തന്നെ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാവരും തന്നെ, കോൺഗ്രസിന്റെ നേതാക്കളെല്ലാവരും തന്നെ പങ്കെടുക്കുന്നുണ്ട്. വിവിധ ഘടകകക്ഷി നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു UDFന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗമായി ഇത് മാറുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ആവർത്തിച്ച് പിന്നീട് നടത്തിയ അഭിമുഖങ്ങളിലും UDFനെതിരെ അടക്കം G. സുകുമാരൻ നായർ പല രാഷ്ട്രീയ ആക്രമണവും നടക്കുന്ന സാഹചര്യമുണ്ട്. തീർച്ചയായും BJPക്കെതിരെയുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ആഘാതം ഫലത്തിൽ എടുത്തു കാണുന്നത് UDFനെ തന്നെയാണ്. നമുക്കറിയാം ശബരിമല പ്രക്ഷോഭ സമയത്ത് ഏറ്റവും ശക്തമായി നിന്നത് സംഘപരിവാർ സംഘടനകളും BJPയും ഒക്കെ തന്നെയാണ്. പക്ഷേ അതിനുശേഷമുണ്ടായ തെരഞ്ഞെടുപ്പിൽ പോലും നേട്ടം ഒരുപക്ഷെ BJPക്കല്ല, അതിനേക്കാൾ അപ്പുറത്തേക്ക് BJPക്ക് നേട്ടമുണ്ടായെങ്കിൽ പോലും അതിനേക്കാൾ അപ്പുറത്തേക്ക് UDF ആണ് വിജയിച്ച് കയറുന്ന സാഹചര്യമുണ്ടായിരുന്നത്. അന്ന് UDF അനുകൂല നിലപാട് ഒരു പരിധിവരെ NSS സ്വീകരിച്ചത് തെരഞ്ഞെടുപ്പിൽ അടക്കം ഗുണമായി എന്നുള്ളത് UDF വിലയിരുത്തുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലേക്ക് അവർ എത്തുന്നത് എന്ന് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. പക്ഷേ NSSനെ ഇതെങ്ങനെ ചൊടിപ്പിക്കും എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. NSSന്റെ നിലപാടുകൾ ചൂണ്ടിക്കാട്ടാൻ ഒരു രാഷ്ട്രീയ വിശദീകരണം യോഗം നടത്തുക എന്നൊക്കെയുള്ളത് സാധാരണഗതിയിൽ NSS അത്രത്തോളം അംഗീകരിക്കുന്ന ഒരു രീതിയല്ല പലപ്പോഴും കാണാറുള്ളത്. അതൊരു നേരിട്ടുള്ള ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടലിലേക്ക് NSSും UDFും തമ്മിൽ മാറുമോ എന്നൊക്കെയുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്,
ഈ ഒരു യോഗത്തിന് ഗുണമാണോ ദോഷമാണോ ഉണ്ടാകുക എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ തീർച്ചയായും പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ജി സുകുമാരൻ നായർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണത്തിൽ ഒന്ന് പറയുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിൽ കോൺഗ്രസ് പങ്കെടുക്കാത്തത് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടാണ്. ഹിന്ദു വോട്ട് കോൺഗ്രസിന് ആവശ്യമില്ല, ന്യൂനപക്ഷ വോട്ടുകൾ മാത്രമാണ് ലക്ഷ്യമെന്നൊക്കെയുള്ള ആരോപണം വലിയ മുനവെച്ച് തന്നെയുള്ള ആരോപണമാണത്. ശരവേഗത്തിൽ കോൺഗ്രസിന് കൊള്ളുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് തിരിച്ച് പറയേണ്ടത് അല്ലെങ്കിൽ അതിനൊരു മറുപടി നൽകേണ്ടത് കോൺഗ്രസ് തന്നെയാണ്. ഇവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം ഈ മധ്യ കേരളത്തിലടക്കം NSS വോട്ടുകൾ ഉള്ള ഇടങ്ങളാണ് കൂടുതൽ. ആ NSS വോട്ടുകൾ കോൺഗ്രസിന് കിട്ടണമെങ്കിൽ കൃത്യമായി NSS കോൺഗ്രസിലോട്ട് ചായേണ്ടതുണ്ട്, മറുപടി പറയേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യം തന്നെയല്ലേ വലിയ തരത്തിൽ കോൺഗ്രസിന് ഒരു ആശങ്കയാകുന്നത്? അതും ഇന്നത്തെ വിശദീകരണ യോഗത്തിന് ഒരു വലിയ കാരണമല്ലേ ശ്രീജിത്ത്? ഭവ്യ, ഒരു പരിധിവരെ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഏതാണ്ട് എല്ലാ പാർട്ടിയിലെയും നേതാക്കളൊക്കെ സാമുദായിക നേതാക്കളുടെ വോട്ട് അത് പൂർണ്ണമായും ബാധിക്കില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു ബിഷപ്പ് അഭിപ്രായം പറഞ്ഞാൽ അതുപോലെ തന്നെയാണോ സഭാ അംഗങ്ങൾ വോട്ട് ചെയ്യുക? അതേപോലെ തന്നെയാണ് ഈ NSS ജനറൽ സെക്രട്ടറിയുടെ കാര്യത്തിലും നേതാക്കളൊക്കെയും ചൂണ്ടിക്കാണിച്ചത്. അത് സുകുമാരൻ നായരുടെ വ്യക്തിപരമായ അഭിപ്രായം. അതിനനുസരിച്ച് എല്ലാ നായന്മാരും വോട്ട് ചെയ്യുമോ എന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. തീർച്ചയായും ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. പക്ഷേ പൊതുസമൂഹത്തിൽ ഇത് സ്വാധീനിക്കപ്പെടും. ഒരു വളരെ ചെറിയ നിഷ്പക്ഷ വോട്ടുകളുടെ വിഭാഗമെങ്കിലുമുണ്ട്. ആ വിഭാഗത്തെ സ്വാധീനിക്കുന്ന തരത്തിലായി മാറും ഇങ്ങനെ സാമുദായിക നേതാക്കൾ എല്ലാവരും ഒരേപോലെയുള്ള അഭിപ്രായം പറഞ്ഞാൽ എന്നുള്ളതാണ് അവിടെ യാഥാർത്ഥ്യമായി നിൽക്കുന്നത്. സർക്കാരിനെ ഇതുവരെ കഴിഞ്ഞ 8-9 വർഷമായി അതിശക്തമായി എതിർത്തിരുന്ന ഒരു സംഘടന സർക്കാർ ഇക്കാര്യത്തിൽ നല്ല കാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിനോട് എതിർപ്പുണ്ടായിരുന്ന ചെറിയൊരു വിഭാഗമെങ്കിലും തിരുത്തിയാൽ, നമുക്കറിയാം പല നിയമസഭാ മണ്ഡലങ്ങളിലടക്കം വളരെ ചെറിയ വോട്ടുകൾക്കാണ് പല മണ്ഡലങ്ങളിലും ഓരോ മുന്നണികളും ജയിച്ച് കയറുന്ന സാഹചര്യമുള്ളത്. UDF-നെ സംബന്ധിച്ച് അത്രത്തോളം സേഫ് അല്ല കാര്യപ്പെട്ട പല മണ്ഡലങ്ങളും. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു വിഷയത്തിൽ NSS-ന്റെ മുഴുവൻ ആളുകളും വോട്ട് ചെയ്യുന്നില്ലെങ്കിലും വളരെ ചെറിയൊരു വിഭാഗത്തിലെങ്കിലും വോട്ട് ഷിഫ്റ്റ് ഉണ്ടായാൽ അത് NSS-ൽ മാത്രമല്ല, പൊതുവെ ഇപ്പോൾ NSS, SNDP അങ്ങനെ പല സാമുദായിക സംഘടനകളും KPMS ഉൾപ്പെടെയുള്ളവർ അങ്ങനെ പല സാമുദായിക സംഘടനകളും രംഗത്ത് വരുന്ന സമയത്ത് അതൊരു ചെറിയ രീതിയിലെങ്കിലും അത് ബാധിക്കും എന്ന് അവർ കണക്കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു രാഷ്ട്രീയ വിശദീകരണം യോഗം നടത്തി തങ്ങളുടെ നിലപാട് ഇക്കാര്യത്തിൽ അതാണ് അവിടെ ഈ ജി സുകുമാരൻ നായരെ വലിയ തരത്തിൽ ജി സുകുമാരൻ നായർക്കെതിരെ പ്രതിഷേധങ്ങൾ വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അപ്പോൾ പോലും അവിടെ പോലും കോൺഗ്രസിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന വരുന്നില്ല എന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് കോൺഗ്രസും കാണുന്നുണ്ടാകും അല്ലേ? തീർച്ചയായും ഭവ്യ, സംസ്ഥാനത്ത് പലയിടത്തും പല പ്രതിഷേധങ്ങളും ഉയരുന്നുണ്ട്. ഈ അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് നേതാക്കൾ തന്നെ, കരയോഗം പ്രസിഡന്റുമാർ തന്നെയൊക്കെ പ്രതികരിച്ച് രംഗത്ത് വരുന്ന സാഹചര്യമുള്ളത്. അതിനപ്പുറത്തേക്ക് പലയിടത്തും ഫ്ലെക്സ് ബോർഡുകളാണ് ഉയർന്നിട്ടുള്ളത്. അത്തരം ഫ്ലെക്സ് ബോർഡുകൾ ആര് വെച്ചു, എങ്ങനെ വെച്ചു എന്നൊക്കെയുള്ളത് നമുക്കിനിയും സ്ഥിരീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. പല കരയോഗം കെട്ടിടങ്ങളുടെയൊക്കെ മുന്നിലൊക്കെയാണ് വെച്ചിട്ടുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതിലൊരു ഇന്നും നടക്കുന്ന രാഷ്ട്രീയ യോഗത്തിൽ എന്താണ് NSS-ന് UDF കൊടുക്കുന്ന മറുപടി എന്നുള്ളത് തന്നെയാണ് ഇതിൽ പ്രസക്തമായത്. ശരി, ജി ശ്രീജിത്താണ് കോട്ടയത്ത് നിന്ന് വിശദ വിവരങ്ങൾ നൽകി.